പറ്റും. നമ്മളെ മെയിനായിട്ട് ഇന്ത്യയിലുള്ള സ്നാക്സുകളൊക്കെ ഇല്ലേ, അതെല്ലാം ഇവിടെ ടെസ്റ്റിങ് വെച്ചിട്ടുണ്ടാകും. പിന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം സ്റ്റോളും ഉണ്ടാകും, നമുക്ക് അവിടെ പോയി വാങ്ങിക്കാൻ പറ്റും. ഞാൻ നാട്ടിൽ മിസ് ചെയ്ത ഒത്തിരി നമ്മുടെ സ്നാക്സ് ഐറ്റംസും ചിപ്സുകളും അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റ്സും എല്ലാം ഉണ്ടായിരുന്നു. കൂടുതലും നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കൾച്ചറൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസ്, പിന്നെ അതുപോലെയുള്ള കുറേ പരിപാടികൾ, കുട്ടികളുടെയൊക്കെ ഒത്തിരി പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇവരുടെ ഹോളി ഫെസ്റ്റാണ്, നമ്മുടെ ഹോളിയുടെ കളർ ഇടുന്നത്. അതും ഒരു സെപ്പറേറ്റ് സ്റ്റേജ് ഉണ്ടായിരുന്നു. അത് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് അത് സ്റ്റാർട്ടാവുന്നത്, DJ ഒക്കെ വെച്ചിട്ട്. നല്ല അടിപൊളിയായിരുന്നു അതും. എല്ലാ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മുടെ തമിഴ് സ്റ്റൈലിലെ ഫുഡ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഇവിടെ കൂടുതലും ശ്രീലങ്കൻസ് ആയതുകൊണ്ടായിരിക്കും ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ നാട്ടിലേക്കാളും അല്ലെങ്കിൽ ഇന്ത്യയിലേക്കാളും കൂടുതൽ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. ബിരിയാണി ആയാലും എല്ലാ ഫുഡും. പക്ഷെ പാനിപൂരിയും സമൂസ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൊള്ളായിരുന്നു. എന്നാലും നമ്മൾ നോർമൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, എന്നാലും കൊള്ളായിരുന്നു കേട്ടോ. പുള്ളിക്കാരി അവിടെ വന്നവരെയൊക്കെ ക്ലാസിക് ഡാൻസ് പഠിപ്പിക്കുക കേട്ടോ. അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളൊക്കെ പഠിപ്പിക്കുക കേട്ടോ. ഈ ഫോറിനേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അത് ഓരോ സ്റ്റെപ്പുകളും.